കോട്ടയം ഏറ്റുമാനൂരിൽ ജയനമ്മ കൊലക്കേസിൽ നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസിന് കിട്ടുന്നത്. പ്രതി സബാസിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജയനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചു. ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങളും ജയനമ്മയുടേതാണെന്നാണ് കണ്ടെത്തൽ. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ഈ കാലം അത്രയും ഈ പറയുന്ന രീതിയിൽ തിരോധാനത്തിലൊക്കെ ഈ സബാസിന്റെ കൃത്യമായ സംശയങ്ങൾ, യുക്തിഭദ്രമായ സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു തെളിവ് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ആ അർത്ഥത്തിൽ ഇതൊരു ബ്രേക്ക് ത്രൂ ആണ്. അശ്വിൻ, ഹാഷ്മി, തീർച്ചയായും 14 ദിവസക്കാലമാണ് സബാസിനെ കോട്ടയം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. ആ കസ്റ്റഡി കാലയളവിൽ കൃത്യമായ ചോദ്യം ചെയ്യൽ നടത്തി. പക്ഷേ ഒരു മറുപടിയും അന്വേഷണത്തിന് ഗുണകരമാവുന്ന രീതിയിൽ സബാസിൽ നിന്ന് കിട്ടിയിരുന്നില്ല. അതിന് എന്തെങ്കിലുമൊക്കെ കിട്ടണമായിരുന്നെങ്കിൽ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം വരണമായിരുന്നു. അതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പരിശോധനാ ഫലമായല്ല എത്തിയിരിക്കുന്നത്. ഒരു നിർണായകമായ വിവരം എന്നുള്ള നിലയിൽ വെർബലി, വാക്കാൽ ഈ കാര്യങ്ങൾ പറയുകയായിരുന്നു. വാക്കാൽ പറഞ്ഞ, അതായത് ഫോറൻസിക് ഓഫീസിൽ നിന്നും വാക്കാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ വിവരം അന്ന്, അതായത് കഴിഞ്ഞ ജൂലൈ 28-ന് നടത്തിയ പരിശോധനയിൽ ഫോറൻസിക് സംഘത്തിന് ഹാളിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ അത് ജയനമ്മയുടേതാണ് എന്ന ഈ പരിശോധനാ ഫലത്തിൽ സ്ഥിരീകരിച്ചിരിക്കും എന്നുള്ള വിവരമാണ്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സബാസിന് ഈ കേസിൽ കൃത്യമായ പങ്കുണ്ടെന്നും ഈ കാണാതാകുന്ന ദിവസം, അതായത് ഡിസംബർ 23, 2024 ഈ ദിവസം സബാസിൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ജയനമ്മ എത്തിയിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം. എന്തായാലും നിലവിലിപ്പോൾ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് 26-ാം തീയതി വരെ സബാസിനെ വീണ്ടും റിമാൻഡിലേക്ക് വിട്ടിരിക്കുകയാണ്. കസ്റ്റഡിയിൽ വാങ്ങി കൃത്യമായ ചോദ്യം ചെയ്യൽ ഒരിക്കൽ കൂടി ഈ തെളിവുകൾ നിരത്തി നടത്തിയാൽ സബാസിൽ നിന്ന് കാര്യമായ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നിലവിൽ അന്വേഷണ സംഘത്തിനുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജയനമ്മയെ കാണാതായ 2024 ഡിസംബർ 23-നും 24-നുമായി ചേർത്തലയിലെ പണമിടപാട് സ്ഥാപനങ്ങളിൽ, സ്വകാര്യ ബാങ്കുകളിലൊക്കെ സബാസ്റ്റ്യൻ മറ്റൊരാളെ വിട്ട് ചില സ്വർണ്ണ ഉരുപ്പടികൾ പണയം വെക്കുകയും പിറ്റേ ദിവസം അവർക്ക് വിൽക്കുകയും ചെയ്തിരുന്നു. ആ വിറ്റ സ്വർണ്ണാഭരണങ്ങൾ ജയനമ്മയുടേതാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം കൂടി ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു നിർണായകമായ വിവരം. അത് ഈ സ്വർണ്ണാഭരണങ്ങളുടെ സാമ്പിളുകളും ഈ ഫോറൻസിക് വിദഗ്ധർക്ക് വേണ്ടി അയച്ചിരുന്നു. ആ പരിശോധനയിലാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ ജയനമ്മ അണിഞ്ഞിരുന്നതാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അതിൽ പാതി സ്വർണം ഉരുക്കിയ നിലയിലാണ് കണ്ടെത്തിയിരുന്നത്. ഈ ഉരുക്കാത്ത സ്വർണ്ണാഭരണങ്ങളായി തന്നെ തുടരുന്ന ആഭരണങ്ങളാണ് പരിശോധനയ്ക്ക് അയച്ചത്. അതിൽ നിന്നാണ് ഈ നിർണായക വിവരം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം എന്തായാലും ഈ 2 പരിശോധനാ ഫലങ്ങളും വിരൽ ചൂണ്ടുന്നത് ജയനമ്മ തിരോധാന കേസിൽ, അതിനുശേഷം ജയനമ്മ കൊല്ലപ്പെട്ടെങ്കിൽ ഇതിലെല്ലാം സബാസിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന നിർണായകമായ തെളിവുകളാണ് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ. ഒപ്പം ഇനി വരേണ്ടത് ഈ സബാസിൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ എല്ലാവരുടെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ്. അത് ഇനി വൈകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ, ഫോറൻസിക് വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ശരീരം കത്തിച്ചതിന് ശേഷം അവശേഷിച്ച എല്ലുകൾ ഒരിക്കൽ കൂടി കത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും DNA പരിശോധനാ ഫലമൊക്കെ വേർതിരിച്ചെടുക്കാൻ അല്പം പ്രയാസമാണ്, സങ്കീർണമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശോധനാ ഫലം വരാൻ വൈകും. എങ്കിലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ തെളിവുകൾ, ശാസ്ത്രീയ പരിശോധനാ ഫലം സബാസിനെ കൊടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ അതിന് സബാസിൻ്റെ പങ്ക് തെളിയിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹാഷ്മി, അല്ല അശ്വിനി, ഈ കാലം അത്രയും ഈ സബാസ്റ്റ്യൻ കമാൻഡർ അക്ഷരം മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. പോലീസിന് വേറൊരർത്ഥത്തിൽ ഒരു ചോദ്യം ചെയ്യൽ സാധ്യവുമല്ല. എന്തായാലും ഈ തെളിവിൻ്റെ പശ്ചാത്തലത്തിൽ ഇക്കാലം അത്രയും തുടർന്ന കൊടിയ മൗനം അല്ലെങ്കിൽ പരിഹാസച്ചിരി അതൊക്കെ തുടരാൻ സബാസ്റ്റ്യൻ ഇനി സാധ്യമാകുമോ അടുത്ത ചോദ്യം ചെയ്യലിൽ? അശ്വിൻ, സെബാസ്റ്റ്യൻ, നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പരാതി ഈ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിലൊക്കെ നടത്തിയിരുന്നു. അതിൽ ആ പരാതിയിൽ പറയുന്നത് ഈ സെബാസ്റ്റ്യൻ അടക്കമുള്ള ഈ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി പരിശീലനം നൽകി എന്നുള്ളതാണ്. എന്നെങ്കിലുമൊക്കെ ഈ കേസുകൾ പിടിക്കപ്പെട്ടാൽ എങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പെരുമാറണം എന്നുള്ള കാര്യത്തിൽ ഒരു പരിശീലനം അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകി എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ പരിശീലനം അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പരിശീലനത്തിൻ്റെയൊക്കെ ഫലമായി തന്നെയാണ് ഇത്രയും കാലം സെബാസ്റ്റ്യൻ മൗനം തുടർന്നിരുന്നു. പക്ഷേ ശാസ്ത്രീയമായ പരിശോധനാ ഫലം അത് സെബാസ്റ്റ്യനെതിരായി കിട്ടിയ സാഹചര്യത്തിൽ ഇനി കസ്റ്റഡിയിൽ വാങ്ങിയാൽ, ഇനി ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെട്ടാൽ സെബാസ്റ്റ്യൻ എന്ത് മറുപടി പറയും എന്നുള്ളത് നിർണായകമാണ്. എന്തായാലും അത് സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ സെബാസ്റ്റ്യൻ ഇനി ഒളിച്ചു കളിക്കാനാവില്ല, മൗനം തുടരാനാവില്ല, പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്ന് ഈ രക്തക്കറ കണ്ടെത്തിയ അന്ന് സെബാസ്റ്റ്യനും ഈ അന്വേഷണ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. അന്ന് തന്നെ അന്വേഷണ സംഘം സെബാസ്റ്റ്യനോട് ചോദിച്ചിരുന്നു ഇത് ആരുടേതാണ്. അന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞ മറുപടി താൻ ഷുഗർ പേഷ്യൻ്റാണ്, കാലിൽ മുറിവുണ്ട്, അതിൽ നിന്ന് രക്തം ബ്ലീഡ് ചെയ്യാറുണ്ട്, അങ്ങനെ വന്ന രക്തക്കറയാവാം എന്നുള്ളതായിരുന്നു സെബാസ്റ്റ്യൻ്റെ
മറുപടി. എന്തായാലും അതങ്ങനെ സ്വന്തം കാലിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തമല്ല എന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ വ്യക്തമായിരിക്കുന്നു. ഇനി അന്ന് പറഞ്ഞ മറുപടി സെബാസ്റ്റ്യൻ എങ്ങനെ സ്വാധീകരിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒപ്പം രണ്ടാമത് നടത്തിയ പരിശോധന, കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സെബാസ്റ്റ്യൻ്റെ ബെഡ്റൂമിലെ ബാത്റൂമിൽ നിന്നായിരുന്നു അത് കണ്ടത്. ഒരു ദിവസം നമ്മുടെ വൈകുന്നേരം എൻകൗണ്ടർ നടക്കുന്ന സമയത്തായിരുന്നു, എൻകൗണ്ടർ ചർച്ച നടക്കുന്ന സമയത്തായിരുന്നു ആ രക്തക്കറ അവിടെ രാത്രിയായിരുന്നു കണ്ടെത്തിയത്. അന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത മുൻ ഫോറൻസിക് സർജൻ ശ്രീമതി ഷെർലി വാസു ഉണ്ടായിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു ആ രക്തക്കറ അതാണ് ആകാൻ പോകുന്നത്, പക്ഷേ അസ്ഥികൂടങ്ങളെക്കാൾ നിർണായക തെളിവാകാൻ പോകുന്നതെന്ന് ഷെർലി വാസു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ സംഭവിക്കുന്നു. ആ രക്തക്കറ സെബാസ്റ്റ്യനെതിരായ കൃത്യമായ സത്യസാക്ഷ്യമായി നിലനിൽക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.